തിരക്കായിരിക്കും. ഹോം സിനിമേന്റെ കാലത്ത് തന്നെ എന്ത് തിരക്കുള്ള ആർട്ട് ഡയറക്ടർ ആയിരുന്നു. അതെ അതെ, ബാഹുബലിക്ക് പുള്ളിനെ ഏൽപ്പിച്ചില്ല. 10 ദിവസം കൊണ്ട് സെറ്റ് ഇട്ട് ബില്ല് മേടിച്ചിട്ട് വന്നേനെ. അത്രക്കും കൊടുക്കല. ബാ, ഇനി നമുക്കേ നടന്നുകൊണ്ട് തള്ളാം. അല്ല, നടന്നുകൊണ്ട് കളിയ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവോ? ഈയൊക്കെ എവിടെ നിന്നാടാ എഞ്ചിനീയറിംഗ് പഠിച്ച്? മാലങ്ങള് കൊല്ലാനാണോ ഉദ്ദേശം? സോറി ഗൈസ്, കണ്ണൊരു സെക്കൻഡ് നേരത്തേന് ഒന്ന് ബ്ലറായി. അല്ല, നീ എന്തോ സിനിമയോ സീരിയലോ ചെയ്യാൻ പോകുന്നു പറഞ്ഞല്ലോ, എന്തായി? ആ, നിങ്ങളില്ലെങ്കിലും നമ്മളെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഓ, ഒരു കണക്കിന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാത്തത് നന്നായി. അല്ലെങ്കിൽ ആ ചീത്തപ്പേര് കാലാകാലം ഉണ്ടാവും. കൂൾ. അല്ല, നായിക ഓക്കെ ആയോ? ആരെങ്കിലും ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ പറ. ആ, ഞാൻ വരണ്ട. എടാ, നമുക്ക് ജോസേട്ടനെ കാണണ്ടേ? എനിക്ക് ചാത്തങ്കണ്ടത്തിൽ വരെ ഒന്ന് പോവാനുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നീ പോക്കോ, ഞാൻ വന്നേക്കാം. ഹോപ്പിൻ കേരടാ കുട്ടാ. അങ്കിളെ, അതെ, ഞാൻ സൈഡിലിരുന്ന് ഛർദിക്കും. ഒന്ന് നടക്കിരുന്നോട്ടെ. ഹണി, ഹി വാണ്ട്സ് ടു സിറ്റ് ഇൻ ദ മിഡിൽ. യെസ് യെസ്. ഓക്കെ, കേറ്. ഓക്കേടാ. ഹണി ചേച്ചി, ഒരു ഗ്യാപ്പ് ഒന്നങ്ങോട്ട് കേൾക്കട്ടെ. മോനെ പൊട്ടടാ. അപ്പോ ഇനി നമുക്ക് തള്ളാല്ലേ? വാ. കുട്ടാ, ഓ, നോ ടച്ചിങ്സ്. ഹായ്, എന്താ പേര്? ഇവർക്ക് മലയാളം അറിയില്ലടാ. അത് കുഴപ്പമില്ല, എനിക്കറിയാല്ല. ഗർറവിടെ? അവനെ ആരാടാ സഹായിക്കുന്നേ? അതൊരു മുട്ടൻ ടീംസാണ്, പക്ഷെ പൈസ തികയൂല. പൈസ കുറവുള്ളവരെങ്ങനെയാടാ മുട്ടൻ ടീമാകണേ? അല്ല, അവരത് ഇറക്കൂന്നാ പറഞ്ഞത്. എവിടുന്ന്? മാനത്തുനിന്നോ? ആ, പ്രിയേഷി പറയണ പോലെ കാര്യങ്ങളൊന്നും നടക്കൂല. പിന്നെ ചെയ്യാം, പക്ഷെ ബഡ്ജറ്റ് കൂടും. പ്ലാൻ ബിയോ? നമ്മളെ ഫ്ലെക്സ് അടിച്ചിട്ടുള്ള പരിപാടി അതും നോക്കാം. പിന്നെ നീ എന്താ പറഞ്ഞത്? പള്ളിയോ അമ്പലോ? എടാ, ഇതൊക്കെ ഒറിജിനാലിറ്റി കിട്ടണമെങ്കിൽ നമ്മുടെ ആ സ്പിൽബർഗിന്റെ പഴയ ഒരു പടം ഉണ്ടല്ലോ, ആ ജുറാസിക് പാർക്ക്, അതുപോലെ നമുക്ക് ചെറിയൊരു സെറ്റ് ഇടാം. ജോസേട്ടൻ എൻ്റെ വായിന്ന് വല്ലോ കേൾക്കുവേ. നിങ്ങൾ ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടില്ല, പക്ഷെ ഞാനല്ലേ ഫുള്ള് കഥ ഞാൻ വായിച്ചതാ. അതുപോലെ ആ നിങ്ങൾ വന്നാ ഞാൻ ഓർത്ത് ഇത്രയും വൈകിച്ചപ്പോ നിങ്ങൾ ഇനി വരാൻ സാധ്യതയില്ലെന്ന്. ഗാന്ധിജിയാ ഇതോ? പിടി, ജീവനുള്ളത് പോലെ തോന്നും. സംഭവം ഒക്കെ അല്ലേ? പൊട്ടില്ല, പുക കയറ്റിയേക്കണതാ. ചെല്ല്. ഓക്കെ. ആ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈ റിയാലിറ്റി കിട്ടണമെങ്കിൽ എന്തായാലും സെറ്റ് ഇട്ടേ പറ്റൂ. നമുക്കൊരു 3 ലക്ഷത്തിന് പിടിക്കാടാ, ഞാനല്ലേ പറയണത്. അല്ല, അതവിടെ നിൽക്കട്ടെ. ആ പ്രതിമയിൽ കണ്ട ആള് ഞാൻ എവിടെയോ? അതെ, നീ അധികം തലപുകയൊന്നും വേണ്ട. ചതയത്തിന് ഘോഷയാത്ര പോയപ്പോ ഫ്രണ്ടിൽ കണ്ട ശ്രീനാരായണ ഗുരു ഇല്ലേ, അത് തന്നെയാ പോയത്. ആ കുറ്റിത്താടി എടുത്തു കളഞ്ഞ് ഒരു കണ്ണടയും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം ഗാന്ധിജി, റിയല് ഗാന്ധിജി. അല്ല, നമുക്ക് ആ ഗാന്ധിന്റെ അത്ര റിയലാവണ്ട. നമുക്ക് ഫ്ലെക്സ് തന്നെ ആയിരിക്കും നല്ലത്. എടാ, ഞാൻ അവരോട് പറഞ്ഞതാ ഗാന്ധി പ്രതിമക്ക് 5000 രൂപ വേണമെന്ന്. അവര് 2000 രൂപ ഉള്ളൂ. 2000-ന് ഇതൊക്കെ തന്നെ ധാരാളോ. പിന്നെ നീ പറഞ്ഞ ഫ്ലെക്സിന്റെ പരിപാടി, അതാണെങ്കിലും ചുരുങ്ങിയതൊരു 25000 രൂപ വരും. അയ്യോ. അല്ല, എന്നാ പിന്നെ ഞാൻ വേറെ ആരുടെയും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ. എടാ, പണം മൊത്തത്തിൽ ആർട്ട് വർക്ക് 25000 രൂപ ഉള്ളൂ. ആ വാ, അവൻ വന്നിട്ടുണ്ടാവും. എന്തായാലും ഞാനൊന്ന് ലൊക്കേഷനിലേക്ക് വരട്ടെ, നമുക്ക് സെറ്റാക്കാം. അല്ല, സെറ്റ് വേണ്ട, നമുക്ക് ഫ്ലെക്സ് മതിന്ന്. ഓ, നമുക്ക് അവിടെ വന്നിട്ട് മൊത്തത്തിലൊന്ന് സെറ്റാക്കാന്നാ പൊളിക്കാം. ഓക്കെ.